പ്രാർത്ഥനാ മന്ത്രങ്ങൾക്കൊപ്പം അനാഥരായ 3 പിഞ്ചുമക്കളുടെ കണ്ണീരൊപ്പുകയാണ് മലപ്പുറത്തെ ഒരു ക്ഷേത്രം. പെരിന്തൽമണ്ണയിലെ ആനമങ്ങാട് ശ്രീ കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രമാണ് ആത്മീയതയ്ക്കൊപ്പം സഹജീവി സ്നേഹത്തിന്റെ അപൂർവ മാതൃക തീർക്കുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 കുട്ടികൾക്ക് തലചായ്ക്കാൻ ഒരിടം ഒരുക്കുകയാണ് ഈ പുണ്യസങ്കേതം. മണലായ സ്വദേശി കണ്ടഞ്ചിറ അനൂപിൻ്റെയും ഭാര്യ സജിനിയുടെയും വേർപാട് അവരുടെ 3 കുട്ടികളുടെ ജീവിതത്തിൽ തീർത്തത് ആഴത്തിലുള്ള മുറിവാണ്. പഠിച്ചുയരേണ്ട പ്രായത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കരം പിടിക്കേണ്ട പ്രായത്തിൽ ആ തണൽ നഷ്ടപ്പെട്ട കുട്ടികൾക്കിപ്പോൾ കൂട്ടുകുടുംബമാണ് ഏക ആശ്രയം. എന്നാൽ ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് ആശ്വാസം നൽകാൻ എത്തുകയാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം. 100 ഒരു വീട് എന്ന പേരിൽ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നാടൊന്നിച്ച് കൈകോർത്താണ് കുട്ടികളുടെ സുരക്ഷയ്ക്കായി പദ്ധതി നടപ്പിലാക്കുന്നത്. നാട്ടുകാരിൽ നിന്ന് 100 രൂപ മുതൽ സമാഹരിച്ച് ഈ കുട്ടികൾക്കായി സുരക്ഷിതമായ ഒരു ഭവനം നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനായി സ്ഥലം കണ്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സ്കൂളിൽ നിന്നുള്ള ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഓരോ വീടുകൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ ഓരോ വീട്ടിലെയും അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നുള്ളത്. ചിലർ സിമെൻറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ വാർപ്പിലുള്ള കമ്പി മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിലൊക്കെ ടൈൽസ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പണി ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്പ്രയാസം ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 4 വർഷം മുൻപ് 6 ലക്ഷം രൂപ ചെലവഴിച്ച് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് മെഷീൻ കൈമാറിയതും ഇവിടുത്തെ ഭക്തജന കൂട്ടായ്മയാണ്. കൂടാതെ കഴിഞ്ഞ 10 വർഷമായി 5 ഏക്കർ പാടത്ത് നെൽകൃഷി ഇറക്കി നാടിന്റെ കാർഷിക സമൃദ്ധിയിലും ക്ഷേത്രം പങ്കാളിയാകുന്നു. പ്രാർത്ഥനകളിലും ഭക്തിനിർഭരമായ ചടങ്ങുകളിലും മാത്രം ഒതുങ്ങാതെ മാനവസേവയാണ് മാധവസേവ എന്ന് തെളിയിക്കുകയാണ് ഈ നാടും കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രവും. അമൃത ന്യൂസ്, മലപ്പുറം.